ഇതിപ്പോൾ പുതിയതിന് ഏറ്റവും ടോപ്പ് എൻഡ് എന്ത് വിലയുണ്ട്? 31,50,000 രൂപ വരും. 31,50,000 രൂപ. ഇതിപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന വിലയോ? ഇത് 28,69,000 രൂപക്കാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. 28,69. അടിപൊളി. ഓഫർ വരുന്നത് 2,35,000 രൂപ ഓഫർ വരുന്നത്. 2,35 ഓഫർ ഉണ്ട്. ഓഹോ കൊള്ളാട്ടോ. അതായത് ബേസിക്കലി പറഞ്ഞാൽ ഇയർ ബാക്ക് വന്ന വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അതെ. ഇതിപ്പോൾ നമ്മളിപ്പം ഒരു 24 വണ്ടി എടുക്കുന്നതാണെങ്കിൽ 14,75,000 രൂപയാണ്. 14,75. ഇതിപ്പം 1,20,000 രൂപ ഒരു കസ്റ്റമർ ബൈ ചെയ്യുമ്പോൾ അവർക്ക് ഓഫർ ആയിട്ട് കിട്ടും. അതായത് ഇയർ ബാക്ക് ആയതുകൊണ്ട് 14,70,000 വണ്ടി ഇപ്പം 13,50,000 രൂപക്ക് 13.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 13.5 ലക്ഷം. ലക്ഷങ്ങൾ വില കുറച്ചിട്ട് നിങ്ങൾ ടാറ്റയുടെ ഒരു പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2024 അവസാനിക്കാറായി. ഇതിപ്പോൾ നവംബർ മാസമാണ്, അടുത്ത ഡിസംബർ മാസമാണ്. അപ്പോൾ ഈ ഡിസംബർ മാസം അതായത് 2024 ഡിസംബറിനുള്ളിൽ നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ ഡിപ്രിസിയേഷനിൽ, അതായത് ലക്ഷങ്ങൾ കുറച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ടാറ്റയുടെ പുതിയ വണ്ടി എടുക്കാൻ പറ്റും. ശരിക്കും ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുന്ന പൈസയ്ക്ക് തന്നെ നിങ്ങൾക്ക് പുതിയ വണ്ടി എടുത്തുകൊണ്ട് പോകാം. അതായത് ഇപ്പോൾ ഈ ഇയർ എൻഡിങ് സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പുതിയ വണ്ടികൾക്ക് ഓഫർ കിട്ടാറുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ യൂസ്ഡ് കാറിൻ്റെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും 20 മോഡൽ 21 രജിസ്ട്രേഷൻ അല്ലെങ്കിൽ 22 മോഡൽ 23 രജിസ്ട്രേഷൻ അങ്ങനെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇയർ എൻഡിങ് സമയത്ത് ഒരുപാടധികം ഓഫറിൽ ഒരുപാടധികം ഈ ന്യൂ കാറുകൾ സെയിൽ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും KVR ടാറ്റയിൽ കണ്ണൂർ ജില്ലയിൽ തോട്ടട നടാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ KVRൻ്റെ ടാറ്റയുടെ ഷോറൂമിൽ ഇപ്പം നല്ലൊരു ഓഫർ സെയിൽ വന്നിട്ടുണ്ട്. അതായത് കുറച്ച് നെക്സോണുകളുണ്ട്, അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ടാറ്റയുടെ ഹാരിയർ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ വണ്ടികൾ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വളരെ വില കുറച്ചെടുക്കാൻ പറ്റും ഈ പറഞ്ഞ ഇയർ എൻഡിങ് ഓഫറിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് കാണിക്കുന്നത്. ഒരു പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു അവസരം കളയരുത്. ഇതുപോലത്തെ അവസരങ്ങൾ കുറച്ച് അവസാനം മാത്രമേ കിട്ടുള്ളൂ, ഇത്രയും ഡിസ്കൗണ്ടിലൊക്കെ. അപ്പോൾ എന്തായാലും മിസ് ചെയ്യാണ്ട് നോക്കിക്കോളൂ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോ, മാക്സിമം ഷെയർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരം കിട്ടുന്ന സംഭവങ്ങളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ ഒരു വർഷം അവസാനിക്കാൻ പോകുമ്പോൾ മാക്സിമം വില കുറച്ച് നമുക്ക് കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുക്കാം അല്ലേ. നാസിൽ ബ്രോ, നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. കുറച്ചധികം അടിപൊളി വണ്ടികൾ കാണിച്ചു കൊടുത്താലോ? ഓക്കെ. നമുക്ക് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളല്ലേ ഇപ്പോൾ? അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കൊടുക്കുമോ? നമുക്കിതിപ്പം 2023 ലാസ്റ്റ് ഡിസംബർ ഓൺവേർഡ്സ് വന്ന വണ്ടികളാണ്. ടാറ്റയുടെ നെക്സോണിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇതിപ്പോൾ നെക്സോണിന്റെ ക്രിയേറ്റീവ് പ്ലസ് എസ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അതായത് ബേസിക്കലി പറഞ്ഞാൽ ഇയർ ബാക്ക് വന്ന വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും 23 ആണ്. 23 വണ്ടി. ഇത് വേരിയന്റ് ഏതാ പറഞ്ഞത്? ക്രിയേറ്റീവ് പ്ലസ് എസ് AMT ഡുവൽ ടോൺ അല്ലേ. ഓക്കെ. നമുക്ക് ഒരുവിധം എല്ലാ ഫീച്ചറും ഉണ്ടാവില്ലേ? അത്യാവശ്യം വേണ്ടൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ 16 ഇഞ്ചിന്റെ അലോയ് വീൽസ് ഉണ്ടാവും, 360° ക്യാമറ, വോയിസ് അസിസ്റ്റഡ് പാനോറമിക് സൺറൂഫ്, പാർക്കിംഗ് സെൻസേഴ്സ്, ഒരു ബട്ടൺ ചാട്ടും കാര്യങ്ങളൊക്കെ നോർമൽ ആണല്ലോ അല്ലേ? പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ അതെ. ഇന്ത്യയിലൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള, അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഈ ഒരു മോഡലിലേക്ക് വന്നപ്പോൾ. അതായത് ഇത് ലാസ്റ്റ് വന്ന ഏറ്റവും പുതിയ മോഡൽ വണ്ടിയാണ് അല്ലേ? അതെ. ഇത് പെട്രോളിൽ ഓട്ടോമാറ്റിക്. എന്ത് മൈലേജ് കിട്ടും ഇതിന് ഏകദേശം? നമുക്ക് കമ്പനി 17.4 ആണ് പറയുന്നത്. 17.4. ഓക്കെ. മൈലേജ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കമ്പനി പറയുന്നത് അല്ലേ? പെട്രോൾ. ഓക്കെ. ഇത് ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ ഇതുവരെ വിറ്റുകൊണ്ടിരുന്ന വില എത്രയാണ്? ഇതിപ്പോൾ നമ്മളിപ്പം ഒരു 24 വണ്ടി എടുക്കുന്നതാണെങ്കിൽ 14,70,000 രൂപയാണ്. 14,75. ഇതിപ്പം 1,20,000 രൂപ ഒരു കസ്റ്റമർ ബൈ ചെയ്യുമ്പോൾ അവർക്ക് ഓഫർ ആയിട്ട് കിട്ടും. അതായത് ഇയർ ബാക്ക് ആയതുകൊണ്ട് 14,70,000 വണ്ടി ഇപ്പം 13,50,000 രൂപക്ക് 13.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 13.5 ലക്ഷം രൂപ. അടിപൊളി കേട്ടോ. അതായത് 14,70 വണ്ടി 13.5 അല്ലേ? ഓക്കെ. ഇത് നിങ്ങൾ നോക്കിക്കോളൂ. അതായത് വീണ്ടും ഞാൻ പറയുന്നു, യൂസ്ഡ് അല്ല, പുത്തൻ വണ്ടി. 0 കിലോമീറ്റർ. അതുപോലെ തന്നെ ഷോറൂമിനുള്ളിൽ കിടക്കുന്ന വണ്ടി, ഒരാൾ ഉപയോഗിക്കാത്ത നല്ല അടിപൊളി വണ്ടി. നിങ്ങൾക്ക് ഈ ഇയർ ബാക്ക് വരുന്നത് കൊണ്ട് മാത്രമാണ് ഈ 1,20 ഓഫറിൽ വരുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം കൂടി കിടക്കണ്ടല്ലോ. ഇതിപ്പോൾ ഏതാ വേരിയന്റ് ഒക്കെ? ഇത് നെക്സോണിന്റെ ഫിയർലെസ് SDT. അതായത് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ മോഡൽ വണ്ടികളിലേക്ക് വന്നപ്പോൾ ഇതിന്റെ പേരൊക്കെ മാറ്റിയല്ലേ? പണ്ട് XZ A+ അങ്ങനെയൊക്കെ ആയിരുന്നില്ല. ഇപ്പൊ പേഴ്സോണ ബേസ്ഡ് ആണ്. നമുക്ക് ഇപ്പൊ സ്മാർട്ട്, പ്യൂർ, ക്രിയേറ്റീവ്, അതുപോലെ തന്നെ പേഴ്സോണ ബേസ്ഡ് ആണ് നമുക്ക് പറയുന്നത്. അപ്പൊ ഇതിപ്പോ ശരിക്കും എന്താ സംഭവം? ഇതിപ്പം ഫിയർലെസ് SDT. ഫുൾ ഓപ്ഷൻ ഒരു 2-3 ഫീച്ചേഴ്സ് കുറവുള്ള മോഡലാണ് ഇത്. അതായത് നമ്മൾ പഴയതിൽ നമ്മൾ XZ A+ എന്നൊക്കെ പറഞ്ഞാൽ ആ പ്ലസ് ഇല്ല XZ പോലെ പറയുന്നത് അല്ലേ? ഏറ്റവും ഫുള്ളിനെ തൊട്ട് താഴെ വരും. ഓക്കെ. ഇതും 23 വണ്ടി അല്ലേ? 23 വണ്ടി. പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓഫറുകളൊക്കെ പറയാനുണ്ടോ? ഇതിന് നമുക്ക് ഓൺ റോഡ് വരുന്നത് 15,59,000 രൂപയാണ്. 15,59,000. ഇത് നേരത്തെ പറഞ്ഞ പോലെ 1,20,000 ഓഫർ ഉണ്ട്. 1,20 ഓഫർ ഉണ്ട് അല്ലേ? ഓൺ റോഡ് എടുക്കുന്ന ടൈം 14,39,000 രൂപയ്ക്ക് കസ്റ്റമർക്ക് സ്വന്തമാക്കാം. 14,39,000. ഓക്കെ. 1,20,000 രൂപേന്റെ കുറവിൽ നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം. ഇതിൻ്റെ അകത്തും ഒരുപാടധികം ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ഓൺ വരുന്ന സാധനമാണ് കേട്ടോ.
ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് കാണിച്ച വണ്ടീനേക്കാളും എന്തൊക്കെയോ ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് കുറച്ച് കൂടുതലുണ്ട് അല്ലേ? കൂടുതലുണ്ട്. എന്തായാലും കൊള്ളാട്ടോ വണ്ടികളൊക്കെ. 1,20,000 രൂപ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയുക ഇയർ എൻഡിങ് ആയതുകൊണ്ട് മാത്രം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഹാരിയർ ആണല്ലേ? ഇതിലാണ് മെയിൻ ഓഫർ ഉള്ളത്. ഇതിപ്പോ ശരിക്കും 2023 തന്നെ ഹാരിയർ ഫിയർലെസ് പ്ലസ് ഡാർക്ക് മാനുവൽ, ഫുൾ ഓപ്ഷൻ മാനുവൽ വണ്ടി. ഡീസലില് മാനുവൽ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ ലെവൽ 2 ADAS 7 എയർ ബാഗ്സ്, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ്. ലെവൽ 2 ADAS ഒക്കെ വരുന്നുണ്ട്. അതും ഇത് ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് വന്ന വണ്ടിയാണ്. അതെ. ഇതില് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇന്റീരിയർ ഒക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇത് ഡാർക്ക് എഡിഷനും കൂടി ആയതുകൊണ്ട് ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് അല്ലേ? നോക്കിയേ, സീറ്റ് വെന്റിലേഷൻ അടക്കം എല്ലാവിധ ഫീച്ചേഴ്സും വരും. അതുപോലെ തന്നെ മാനുവലാന്ന് പറഞ്ഞു. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ഹാരിയറിനെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് ഫീച്ചേഴ്സിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഇൻറ്റീരിയറൊക്കെ നോക്ക്. പിന്നെ ഇവിടെയൊക്കെ ഒരു ലോഗോയൊക്കെ കത്തിച്ച് വരും. ഞാനതൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. അതുപോലെ തന്നെ സീറ്റൊക്കെ ആണെങ്കിലും കംപ്ലീറ്റ്ലി ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. മെമ്മറി ഫങ്ഷൻസ് ഉണ്ട്, വെന്റിലേഷൻസ് ഉണ്ട്, എന്നിങ്ങനെയുള്ള എന്തൊക്കെ ഉണ്ട് അതൊക്കെ വേണം അല്ലേ? ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള വണ്ടി. അതെ. ഇത് നിങ്ങൾക്ക് ഒന്നും പറയാനില്ല കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പുതിയതിന് ഏറ്റവും ടോപ്പ് എൻഡ് എന്ത് വിലയുണ്ട്? 31,50,000 രൂപ വരും. 31,50,000 രൂപ. ഇതിപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന വിലയോ? ഇത് 28,69,000 രൂപക്കാണ് കസ്റ്റമർ കൊടുക്കുന്നത്. 28,69. ഓഫർ വരുന്നത് 2,35,000 രൂപ ഓഫർ വരുന്നത്. 2,35 ഓഫർ ഉണ്ട്. ഓഹോ കൊള്ളാട്ടോ. അതായത് നിങ്ങൾ ആലോചിക്കണം, യൂസ്ഡ് അല്ല, പുത്തൻ വണ്ടിയാണ്. 2,39,000 രൂപ ഓഫറിൽ അല്ലേ? ഓക്കെ, അത് ഇയർ ബാക്ക് വരുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 23 മോഡൽ 24 രജിസ്ട്രേഷനൊക്കെ പറയുന്ന പോലെ അല്ലേ? ഇതിപ്പോൾ നമ്മൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 24 തീരുന്നതിനുള്ളിലാണോ, ഇപ്പോൾ 25 ഫസ്റ്റിലേക്കാണെങ്കിലും, പക്ഷേ ഇത് 23 മോഡൽ 25 രജിസ്ട്രേഷൻ അല്ലേ പറയുള്ളൂ? ഇതിപ്പം 23 വണ്ടിയാണെങ്കിലും ഒരു കസ്റ്റമർ എടുക്കുന്ന ടൈം രജിസ്ട്രേഷൻ 24 അത് 25 എടുക്കണമെങ്കിൽ 25 രജിസ്ട്രേഷൻ വരും. മാനുഫാക്ചറിംഗ് 23, നമ്മൾ രജിസ്ട്രേഷൻ ഏത് ഇയർ ആണോ ചെയ്യുന്നത് ആ ഒരു ഇയറിലേക്ക് മാറ്റം വരും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. പിന്നെ ടാറ്റയുടെ വണ്ടികളിൽ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫറും അതുപോലെ തന്നെ ഫീച്ചറും ഒരു രക്ഷയില്ല. ഫുള്ളി ലോഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഫീച്ചർ വരുന്ന ഒരു വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് സ്പെസിഫൈഡ് ആയിട്ട് ഇതിൻ്റെ ഒന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. സംഭവം ഡിസൈൻ വൈസ് ഒക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. മാത്രമല്ല 2,30,000 സംതിങ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഓഫറിലും വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം എടുത്തോട്ടെ നോർത്തിലാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അത് ഫസ്റ്റ് തന്നെ കാണുമ്പോൾ നല്ല അടിപൊളി ഫുള്ളി ഒരു ഡാർക്ക് ഫിനിഷാണ് വരുന്നത്. മാത്രമല്ല സീറ്റൊക്കെ നമുക്ക് ഓട്ടോ അഡ്ജസ്റ്റബിൾ ആണല്ലേ? നമുക്കിപ്പോൾ വണ്ടിയുടെ ഫീച്ചേഴ്സ് നോക്കുന്നതാണെങ്കിൽ വോയിസ് അസിസ്റ്റഡ് ആയിട്ടുള്ള പാനോറമിക് സൺറൂഫ് അവൈലബിൾ ആണ് വണ്ടിയിൽ. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറാസ് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ഈ സൺറൂഫ് എന്ന് കാണിച്ചാൽ കേട്ടോ, സൺറൂഫ് ശരിക്കും പറഞ്ഞാൽ വണ്ടിന്റെ മൊത്തത്തിലുള്ള വലിപ്പം അങ്ങനെ തന്നെ ഉണ്ടല്ലേ? ഈ ഒരു സെഗ്മെന്റിൽ വൈഡസ്റ്റ് ആയിട്ടുള്ള സൺറൂഫ് ആണ്. ഇത് 360 ക്യാമറ, 360 ഡിഗ്രി ക്യാമറയാണ് വരുന്നത്. അടിപൊളിയായിട്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല. ഇതിൽ തന്നെ നമുക്ക് 3D സറൗണ്ട് വ്യൂ സിസ്റ്റം കാര്യങ്ങൾ അവൈലബിൾ ആണല്ലേ? ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തിരിക്കാനൊക്കെ പറ്റും അല്ലേ? അതുപോലെ തന്നെ മൂഡ് ലൈറ്റ്സ് വരും. അതായത് ഈ ലൈറ്റിംഗ് അല്ലേ? മൂഡ് ലൈറ്റ്സ് വരും. അതുപോലെ തന്നെ ബീജോലോഡ് ആയിട്ടുള്ള ടെറൈൻ റെസ്പോൺസ് മോഡാണ്. നമ്മളിപ്പം നോർമൽ, വെറ്റ്, റഫ് എന്നുള്ള മോഡ് ചേഞ്ചസ് വരും. ഇങ്ങനെ വരും അല്ലേ? ഓ, ഇങ്ങനെ കുറെ മോഡലുണ്ട് അല്ലേ? മോഡ് ചേഞ്ചസ് വരും. ഓക്കെ, സംഭവം എന്തായാലും കൊള്ളാട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് പോകുന്നതാണെങ്കിൽ ഇതും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലസ്റ്റർ ആണ്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ മാറ്റുന്നതനുസരിച്ച് അതിൽ മാറ്റം വരുമോ? അതെ, അവിടെ വെറ്റ് മോഡ് അതുപോലെ തന്നെ റഫ് മോഡ് എന്നുള്ള ഡീറ്റെയിൽസ് കാണിക്കും അല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പം ആൻഡ്രോയിഡ് തൊട്ട് ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്തിട്ട് നാവിഗേഷൻ ഇതിലേക്ക് ചെയ്യുമല്ലോ. ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് ഇതിലേക്ക് മിറർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഓ, അതായത് ഈ സ്ക്രീനിൽ നമുക്ക് അതിലേക്ക് നാവിഗേഷൻ കിട്ടും. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈം കുറച്ചും കൂടി കൺവീനിയന്റ് ആണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട് നിലവിൽ ഈ ഒരു നിലവിൽ. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് സീറ്റ്സ് നോക്കുന്നതാണെങ്കിൽ 6-way പവേർഡ് ആയിട്ടുള്ള ഡ്രൈവർ സൈഡ് സീറ്റ് ആണ്. ഇതിൽ തന്നെ വെൽക്കം ഫംഗ്ഷൻ ഉണ്ട്, മെമ്മറി ഫംഗ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവറും കോ ഡ്രൈവറും സീറ്റ് വെന്റിലേഷൻസ് വരുന്നുണ്ട്. അതെ അല്ലേ? അതിപ്പോ ഫ്രണ്ടിൽ 2 സീറ്റിലും വെന്റിലേഷൻ വരുന്നുണ്ട്. അത് കൊള്ളാട്ടോ. അത്യാവശ്യം നല്ല നല്ല അടിപൊളി കൂളിംഗ് ഒക്കെ ഉള്ള ഒരു വെന്റിലേറ്റിംഗ് സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വൺ ടച്ച് സംഭവങ്ങളാണ് അല്ലേ? ഇതൊക്കെ ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾസ് ആണ്. അതിൽ എസിയുടെ നോക്കുന്നതാണെങ്കിൽ തന്നെ ഡുവൽ സോൺ എസി ആണ്. ഡ്രൈവറിനും കോ ഡ്രൈവറിനും ഇൻഡിവിജ്വലി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ഇതിലത്തെ ഇത് 360 സംഭവങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെയെല്ലാം മാറ്റുന്നതാണ് അല്ലേ? ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് ഇതിൽ തന്നെ നമുക്കിപ്പം JBL ഡിസൈൻ ചെയ്ത 13ഓളം മോഡ്സ് കാണാൻ പറ്റും. ഓക്കെ, JBL മ്യൂസിക് സിസ്റ്റം ആണ് ഉള്ളത് അല്ലേ?
ഇതിപ്പം 12.3 ഹാർമന്റെ ഇൻഫോർടൈൻമെന്റ് ആണ്. അതിൽ തന്നെ 10 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 4 ഡോർ സ്പീക്കേഴ്സ്, 4 ട്യൂട്ടേഴ്സ്, ഒരു സബ് വൂഫർ, ഒരു സെൻട്രൽ സ്പീക്കർ. അതിൽ തന്നെ JBL ഡിസൈൻ ചെയ്ത 13 JBL മോഡ്സ് ഉണ്ട്. അതാണ് വരുന്നത് അല്ലേ. പിന്നെ ഈ ഒരു സംഭവം നമുക്ക് ഇലുമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോൾ ഈ ഒരു ലോഗോ നമുക്ക് ഇലുമിനേറ്റഡ് ചെയ്യും. ഓക്കെ, അതിനകത്ത് തന്നെ ബാക്കിയുള്ള സ്വിച്ചിന്റെ കൺട്രോൾസ് ഒക്കെ ഉണ്ട്. ഓക്കെ, എന്നാലും ഇതാണ് ഫ്രണ്ടിൽ നിന്നൊക്കെയുള്ള ഏകദേശം ബേസിക് സംഭവങ്ങൾ. ഞാൻ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് സീറ്റൊക്കെ കാണിച്ചു തരാം. സീറ്റൊക്കെ നല്ല അടിപൊളി വെന്റിലേറ്റിംഗ് സീറ്റുകൾ സംഭവങ്ങളൊക്കെയാണ്. ഏകദേശം എത്ര എയർ ബാഗ് ഉണ്ട് ബ്രോ? 7 എയർ ബാഗ്സ്. 7 എയർ ബാഗ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഇവിടെ ഒരു കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സീറ്റുകൾ ഈ ഭാഗത്ത് കാണാം. ഇത് വെന്റിലേഷൻ ഉണ്ടോ? ഇല്ല, ബാക്കിൽ വെന്റിലേഷൻ ഇല്ല അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പുറകുവശത്തേക്ക് വരുന്ന ടൈം ലാർജർ ആയിട്ടുള്ള ബൂട്ടാണ്. അതിൽ തന്നെ നമുക്ക് ഇപ്പം ഓപ്പണിംഗിൽ 1 ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഗസ്റ്റ് പവേർഡ് ആണ്. നമ്മളിപ്പം എന്തെങ്കിലും സാധനം ലോഡ് എടുത്തിട്ട് നമ്മൾ വരുന്നതാണെങ്കിൽ ജസ്റ്റ് കാലിനെ കൊണ്ട് വേവ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കീ വെച്ച് വേവ് ചെയ്യുന്നതാണെങ്കിൽ അത് ഓപ്പണിംഗ് ക്ലോസിംഗ് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും പവേർഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ഗേറ്റ് കാണാം. അതുപോലെ തന്നെ വൈഡ് ആയിട്ട് വലിയൊരു ബൂട്ടിൻ്റെ സെക്ഷനും കാണാം കേട്ടോ. നല്ല ഒരുപാട് ഇപ്പോൾ ബാക്ക് സീറ്റും കൂടി മടക്കിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് കിടന്നു പോകാം അല്ലേ. അപ്പോൾ ഇത് 1 ടച്ച് അല്ലേ? ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക് അടഞ്ഞോളൂ കേട്ടോ. എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് കൊണ്ട് ഒരു ലോഡ് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് ശരിക്കും ഈ ഒരു ഹാരിയർ എന്ന് പറയുന്നത്. പിന്നെ അഡാസിൻ്റെ ലെവൽ 2 അല്ലേ പറഞ്ഞത്? ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യരുത്. 2,35,000 രൂപയുടെ ഓഫറുണ്ട്. അടിപൊളി കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ. ഓൾറെഡി നമ്മൾ 2 നെക്സോൺ കാണിച്ചു കൊടുത്തു അല്ലേ. അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 23 വണ്ടിയാണ് അല്ലേ? 23. ഇത് പിന്നെ വേരിയന്റ് ഒക്കെ ഏതാ? ഇത് നേരത്തെ വൈറ്റ് കാണിച്ച പോലെ തന്നെ നെക്സോണിന്റെ ഫിയർലെസ് എസ് ഡുവൽ ടോൺ വേരിയന്റ് ആണ്. ഇത് ഓട്ടോമാറ്റിക്കാ അല്ല, ഇത് മാനുവൽ ആണ് അല്ലേ. നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചത് ഓട്ടോമാറ്റിക് ഒക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇത് പെട്രോൾ അല്ലേ വരിക? പെട്രോൾ. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ 17 മൈലേജ്. അതെ, നല്ല അടിപൊളി ഇന്റീരിയർ ആണ് കേട്ടോ. ഇതൊക്കെ മാനുവലൊക്കെ വരുമ്പോൾ സമയത്ത് ആ ഗിയറിലൊക്കെ ഒരു മാറ്റം വന്നു. കൊള്ളാട്ടോ, എന്നാലും നല്ല രസമുണ്ട് ഈ ഇന്റീരിയറൊക്കെ കാണാൻ. ഇതിപ്പോൾ എന്തായിരുന്നു പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 15,59,000 രൂപയാണ്. 1,20,000 ഓഫർ കഴിച്ചാൽ 14,39,000 ഓൺ റോഡ് വരും. 14,39,000 ആ പ്രൈസിൽ നമുക്കിപ്പോൾ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, അതായത് ഇതിപ്പോൾ നിങ്ങൾക്ക് 23 മോഡൽ 24 രജിസ്ട്രേഷനോട് കൂടിയിട്ട് 360 ക്യാമറയും എല്ലാ സംഭവം ഉണ്ടല്ലേ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾ ഓഫറിലൊക്കെ നിങ്ങൾ മിസ് ചെയ്യാണ്ട് നോക്കിക്കോളൂ. നമുക്ക് ജസ്റ്റ് ആ ഒരു വണ്ടീൻ്റെ ഡീറ്റെയിൽ കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താലോ. അത് ഇത് 24 വണ്ടി തന്നെയല്ലേ? 24 പുതിയ വണ്ടി. ഇത് നമ്മൾ അധികം തന്നെ എവിടെയും കണ്ടിട്ടില്ല. റേസർ എന്ന് പറഞ്ഞാൽ പുതിയൊരു വേരിയന്റ് വന്നാലേ തന്നെ കുറച്ചും കൂടി പവറും അതുപോലെ തന്നെ ഫീച്ചേഴ്സും കൂടിയ വണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ ഇതൊക്കെ എന്തൊക്കെയാണ് ഡീറ്റെയിലും ഫീച്ചേഴ്സൊക്കെ? ഇതിപ്പോൾ നമുക്ക് നോർമൽ ഓൾട്രോസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടി കുറച്ചും കൂടി പവർ കാര്യങ്ങൾ കൂടി. അപ്പോൾ ഇതിപ്പോൾ എത്രയാണ്? 1.2 തന്നെ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ്. 120 PS പവറും 170 Nm ടോർക്കും വരും. അടിപൊളി കേട്ടോ. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ട് തന്നെ സ്പോർട്ട് മോഡ് വരുന്ന വണ്ടിയാണ്. ഫീച്ചർ നോക്കുകയാണെങ്കിൽ പഴയ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈം സീറ്റ് വെന്റിലേഷൻ, 360 ഡിഗ്രി ക്യാമറ, എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റഡ് പാനോറമിക് സൺറൂഫ്, പിന്നെ പുതിയ ഇന്റഗ്രേറ്റഡ് സ്പോയിലർ കാര്യങ്ങളൊക്കെ ആഡ് ഓൺസ് വരുന്നുണ്ട്. സംഭവം കൊള്ളാട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ള ആക്സസ് നോട്ടും വണ്ടിയിൽ കിട്ടുന്നുണ്ട് അല്ലേ. ഞാൻ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഇരുന്നൊന്ന് കാണിച്ചു തരാം. അതായത് ഇനി ഉള്ളോട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ സംഭവം അടിപൊളിയാണ് കേട്ടോ. അതായത് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ മാറി അല്ലേ. പക്ഷേ ആ ഒരു സ്റ്റിയറിംഗ് വീല് പഴയത് തന്നെയാണ്. പുതിയതിലേക്ക് കൊണ്ടുവന്നില്ല. പക്ഷെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഒരു മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വണ്ടി കുറച്ചും കൂടിയൊക്കെ അടിപൊളി സെറ്റപ്പിലേക്ക് വന്നു അല്ലേ. അത് മാത്രമല്ല കാണാൻ തന്നെ ഒരു ലുക്കായല്ലേ സാധനം. എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു മോഡലിലേക്ക് വന്നപ്പോൾ സാധനം അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പായി അല്ലേ. ലുക്കായി വണ്ടി കുറച്ചും കൂടി ഒരു സ്പോർട്ടി ഡിസൈൻ വന്നു. പിന്നെ പറയാനുണ്ടോ. അത് മാത്രമല്ല 360 ക്യാമറ അടക്കം എല്ലാം ഉണ്ടല്ലേ. പിന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ശരിക്കും നമുക്ക് ഓൺ റോഡ് എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്കിപ്പം 3 വേരിയൻസിലാണ് വണ്ടി വരുന്നത്. ഓൾട്രോസ് റേസർ R1, R2, R3. ഓക്കെ, 11,20,000 മുതൽ 13,20,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ്. 11,20 മുതൽ 13,20 വരെ അല്ലേ. 3 വേരിയൻസ് വരുന്നത്. ഓക്കെ, അതായത് 3 ടൈപ്പിലാണ് വണ്ടി വരുന്നത്. ആ 3 ടൈപ്പിന്റെ റേറ്റ് ആണ് പറഞ്ഞത്. 11,20 മുതൽ 13,20 വരെ അല്ലേ. ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. പക്ഷേ ഇതിലിപ്പോൾ ഓഫർ കാര്യങ്ങളൊന്നും നിലവിലില്ല, കാരണം പുതിയ വണ്ടി ആയതുകൊണ്ടല്ലേ. ഓക്കെ, ഇതിപ്പോൾ ഇയർ ബാഗ് ഒക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. മാത്രമല്ല പക്ഷേ ഇത് നിങ്ങൾക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 360 ക്യാമറയും എല്ലാ സംഗതിയും വരുന്ന ഇത് റേസർ. ഇത് ഏതാ വേരിയന്റ്? ഇത് ഓൾട്രോസ് റേസർ R2 ആണ്. ഇതിന്റെ മേലെ ഇനി R3 ഉണ്ട്. ഓക്കെ,
ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു തോന്നുന്നുണ്ട് വണ്ടി കണ്ടപ്പോൾ അതിൻ്റെ രസം തോന്നിയപ്പോൾ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ KVR ടാറ്റയിൽ ഇയർ എൻഡിങ് ഓഫറായിട്ട് ലക്ഷങ്ങൾ കുറച്ചിട്ട് പുതിയ വണ്ടി കൊണ്ടുപോകാം അല്ലേ? പുത്തൻ വണ്ടി വളരെയധികം വില കുറവിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് പോകാം. 2 ഓഫർ നല്ലധികം ഓഫറോട് കൂടി വണ്ടി കൊണ്ടുപോകാം. ഓക്കെ, എക്സാക്ട് ലൊക്കേഷൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാവോ? നമ്മളിത് വരുന്നത് KVR ടാറ്റ മോട്ടോഴ്സ് ആണ്. തോട്ടട നടാലാണ് ലൊക്കേഷൻസ്. നടാലല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇവിടെ കുറച്ച് അതായത് നെക്സോണിൻ്റെ വണ്ടി കിടപ്പുണ്ട്, അതുപോലെ തന്നെ ഹാരിയർ കിടപ്പുണ്ട്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വണ്ടികളുടെ ഡീറ്റെയിൽസോ ഫോട്ടോസോ എന്തെങ്കിലും എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ നമ്പർ വെച്ചിട്ട് ബ്രോനെ കോൺടാക്ട് ചെയ്യാം അല്ലേ? ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര രൂപേൻ്റെ ഒരു ഓഫർ ഉണ്ടെന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓഫറുകളൊന്നും നോക്കണം കേട്ടോ. അതിൻ്റെയൊക്കെ പുറമെ നിങ്ങൾക്ക് ഒരുപാടധികം പൈസ വീണ്ടും കുറച്ച് കിട്ടും ഓരോ സമയത്ത് ഓഫറിനനുസരിച്ചല്ലേ? ഓക്കെ, നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും മാക്സിമം ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിളിച്ചോ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓഫറുകളൊക്കെ കിട്ടും. നല്ല പൈസ കുറച്ചിട്ട് നിങ്ങൾക്ക് ഈ വണ്ടിയൊക്കെ എടുക്കണമെങ്കിൽ ഇത് അടിപൊളി സാധനമാണ്, അത് മിസ് ചെയ്യരുത്. അതും ഡീസലാണ്, നല്ല മൈലേജും കിട്ടും. കോൺടാക്ട് ചെയ്തോളൂ, നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡ് അപ്പ് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനിയും കുറേയധികം ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണണം. അപ്പോൾ അതുവരെ എല്ലാവർക്കും